നുണകളുടെ പെരുമഴക്കാലത്ത് സത്യം ഉറക്കെ വിളിച്ചു പറയുന്നതാണ് പ്രതിരോധം എന്ന് എഴുതിയിരുന്നല്ലോ. എന്താണ് അതിന്റെ കാരണം? നമ്മൾ ചുറ്റും കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വായിച്ച കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ വളരെ ചെറിയ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ നമ്മൾ തകർത്തത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കുറേ ഭീകരവാദികളുടെ പേരും കഥകളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ FBI അന്വേഷണത്തിൽ തന്നെ ആ വിമാനത്തിൻ്റെ തകർക്കുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടായ കുറേ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതും വിൽക്കലും വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട കുറേ അഴിമതി വിഷയങ്ങളുണ്ട്. അതെല്ലാം ഉണ്ടായത് കോയിൻസിഡൻസ് ആണ് എന്ന് പറയുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ അവർ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ അതിനകത്ത് തന്നെ ഒത്തിരി തിയറികളുണ്ട്. കോൺസ്പിറസി തിയറി എന്നുള്ള പേരുകൾ പറയുന്നെങ്കിലും അത് തന്നെയാണ് പലത് സത്യം. അതായത് 2500 ഡിഗ്രി സെൽഷ്യസിൽ മാത്രം കത്തുന്ന അതിൻ്റെ അയൺ ബീം, വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അയൺ ബീം, ഈ 1500 വിമാനം മൊത്തം, ആ വിമാനത്തിൻ്റെ ഇന്ധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധീകരിച്ച മണ്ണെണ്ണ, ആ ഒരു ക്വാളിറ്റിയിൽപ്പെട്ടിട്ടുള്ള സാധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. അതിന് പരമാവധി ടെമ്പറേച്ചർ 1500 ഡിഗ്രിയാണ്. അത് കത്തി നശിച്ചതായിട്ട്, ആ 2500 ഉരുകുന്ന സാധനം 1500 ഡിഗ്രിയിൽ കത്തി നശിച്ചതായിട്ട് അവർ പറയുന്നുണ്ട്. അതുപോലെ 1500 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിട്ടും ഒരു ഭീകരവാദിയുടെ അല്ലെങ്കിൽ തകർത്ത ഒരു വൈമാനികൻ്റെ ഐഡൻറ്റി കാർഡ് 1500 ഡിഗ്രിയിലും കത്തിയില്ലെന്ന് പറഞ്ഞ് അവിടെ കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ അന്ന് 44,000 ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് അവധിയെടുത്ത് അതിനെപ്പറ്റി യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. ഇതിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ വെറുതെ ഫോണിലൂടെ പോയി കഴിഞ്ഞാൽ കാരണം യഥാർത്ഥ തന്നെ സത്യമായുള്ള പല കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇതിനെപ്പറ്റി അമേരിക്കയിൽ ഏതാണ്ട് 70% 80% ആൾക്കാരും ഇപ്പോഴും അമേരിക്കയുടെ ഭരണകൂടത്തിൻ്റെ ഇൻസൈഡ് ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ അമേരിക്കയിലെ ഭരണകൂടം നേരിട്ട് തന്നെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം എന്ന് വിശ്വസിക്കുന്നത്. കാരണം ഈ ആദ്യമായി പറയാൻ നമ്മുടെ ഈ പറയുന്ന വൈമാനികർ ഈ ചാർട്ടിലോ ലിസ്റ്റിലോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അതിനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വിമാനത്തിനെ മുഴുവൻ നമുക്ക് വെളി നിന്ന് നിയന്ത്രിക്കാൻ പറ്റും. 4 വിമാനത്തിനെ വെളി നിന്ന് നിയന്ത്രിച്ച് അവരുടെ ആവശ്യപ്രകാരം ഈ ടവറുകളിൽ നിറച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ കൊണ്ടാണത് കത്തിയാമർന്നത്. നമുക്കറിയാം, ഈ കൺട്രോൾഡ് ഡിമോളിഷൻ്റെ വീഡിയോകൾ നമ്മൾ സിനിമയിലും ഈ മൂവീസിലും അല്ലെങ്കിൽ ഡോക്യുമെന്റിലും കണ്ടു. അത് വേൾഡ് ട്രേഡ് സെൻറ്റർ ഒരു വിമാനം ഇടിച്ച് കയറി കഴിഞ്ഞാൽ അതിനകത്തൊരു റോക്കറ്റ് ഇങ്ങനെ കയറിയിരിക്കുന്ന ഒരു ഫീലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇത് മൊത്തത്തിൽ ഒരു കൺട്രോൾ ഡിമോളിഷൻ പോലെ താഴോട്ട് പോയത് അതിനകത്ത് നിറച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ കൊണ്ടാണ്. വേൾഡ് ട്രേഡ് സെൻറ്റർ ഈ അവസാനം 4 തകരാത്തൊരു വിമാനമുണ്ട്. തകരാത്തൊരു വിമാനം എന്ന് പറയുന്നത് ഈ നമ്മുടെ വൈറ്റ് ഹൗസിൽ പോയി ഇടിച്ചാണ്. വൈറ്റ് ഹൗസിൽ ഓരോ 10 മീറ്ററിലും ക്യാമറ ഉള്ളതാണ്. വൈറ്റ് ഹൗസിനെ പറ്റി, ആ വിമാനത്തിനെ പറ്റി ഒരു ചെറിയ ആ ഒരു ഇരുണ്ടൊരു വിഷൻ മാത്രവും, ഒരു വിമാനം മൂക്കിടിച്ചതുപോലെ മാത്രം ഇതേ ഉണ്ടുള്ളൂ. ഇതേപോലത്തെ 3 വിമാനങ്ങളാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിനെ തകർത്ത് കളഞ്ഞത്. ഇത് പോട്ടെ, ഈ 2 വേൾഡ് ട്രേഡ് സെൻറ്റർ വിമാനം തകർത്തത് പറയാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ടവർ തനിയെ തകർന്നു വീണു. ഇതൊക്കെ അത് വ്യക്തമാക്കുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇൻസൈഡ് ഭരണകൂടം നടപ്പിലാക്കിയ ഒരു ഓപ്പറേഷനാണ്. ഇനി ചിലപ്പോൾ 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പം ഇതിൻ്റെ ഏതെങ്കിലും ഫയലൊക്കെ കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഫയൽ വരും. അതിലൊരു ഉദാഹരണം പറയാം. ഈ 100 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം വന്നൊരു സത്യം പറയാം. 1912 നമ്മൾ പറഞ്ഞത് ടൈറ്റാനിക് ഒരിക്കലും മുങ്ങാത്ത കപ്പലാണ്. ടൈറ്റാനിക്കിൻ്റെ സിസ്റ്റർ കപ്പലായിട്ടുള്ള ഒളിമ്പിയ കപ്പലാണ് ആക്ച്വലായിട്ട് മുങ്ങിയത്. അത് JP മോർഗൻ എന്ന് പറയുന്നത് നമ്മളിപ്പോഴും വായിക്കുന്ന ഒരു പ്രശസ്തനായ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് അന്ന് ഇൻഷുറൻസ് തട്ടിപ്പിന് വേണ്ടി ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ഇറക്കേണ്ട ഒരു സമയത്ത് ഇറക്കാതെ അവരത് പെൻഡിങ് വെച്ചതിന് ശേഷം അവർ അവരുടെ തന്നെ സിസ്റ്റർ കപ്പലായിട്ടുള്ള ഒളിമ്പിയ എന്ന കപ്പലിനെ നീരിലിറക്കി അത് മനഃപൂർവ്വം ഇടിച്ചു തകർത്ത് നമ്മൾ പണ്ട് സുകുമാരക്കുറിപ്പൊക്കെ ചെയ്തൊരു ഇൻഷുറൻസ് തട്ടിപ്പ് തന്നെയാണ് ടൈറ്റാനിക്. അത് 1912. അതിൻ്റെ രേഖകളൊക്കെ ഇപ്പം പൊതുസമൂഹത്തിൽ അവൈലബിളാണ്. എന്നാലും നമ്മളിപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ആ ടൈറ്റാനിക് ഇടിച്ചു മരിച്ചു, ജാക്ക് കഥകൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അതൊരു പച്ചയായ നുണയാണ്, ഇൻഷുറൻസ് തട്ടിപ്പാണ്. എന്തിനേറെ പറയുന്നത്, നമ്മൾ ഇപ്പോഴും പാഠപുസ്തകത്തിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രനെ പറ്റി, ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയവരെ പറ്റി ഇങ്ങനെ കഥകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ 350 കിലോ പാറ കൊണ്ടുവരുന്നതാണ്. നമ്മൾക്കറിയാം ദിവസവും ഉൽക്ക വീഴുന്നുണ്ട്. അവിടുന്ന് ഒരു 350 കിലോ പാറ ഇറക്കി വെച്ചിരുന്നാൽ മതി.
പിന്നെ പല പ്രശസ്തരായ നിരീക്ഷകരും പരീക്ഷകരും ഒക്കെ ഇവർ ചന്ദ്രനിൽ ഇറങ്ങിയെന്ന് പറയുന്ന അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ അവശേഷിച്ച് പറയുന്ന സാധ്യത പിന്നെ അവർ പിന്നെ എന്താ പറയുക ഏറ്റവും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ടെലസ്കോപ്പ് വെച്ചിട്ട് നോക്കിയിട്ട് പോലും അവിടെ ഒരു അവശിഷ്ടമോ ഫിംഗർ പ്രിൻറ്റോ ഫുട് പ്രിൻറ്റോ ഒരു സാധനങ്ങളോ കണ്ടില്ല. അതുകൂടാതെ തന്നെ നമുക്കറിയാം 45 കിലോമീറ്ററിന് മുകളിൽ മാത്രമാണ് ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്റർ നിൽക്കുന്നത്. അവിടെ നിന്നുള്ള ലൈവ് ടെലികാസ്റ്റ് ക്വാളിറ്റി നമുക്കറിയാം. ചന്ദ്രൻ എത്ര ദൂരെ ആലോചിച്ചാൽ മതി. അവിടുന്ന് ഏത് വർഷം 1967 ആ സമയത്ത് ലൈവ് ടെലികാസ്റ്റ് നടത്തി. ഇതൊക്കെ ബ്ലാറ്റൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇത് സത്യങ്ങളായിട്ട് വിളിച്ചു പറയുന്നത്. കുട്ടികളെ നമ്മൾ പുസ്തകങ്ങളിൽ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ മുന്നിലായിരുന്നു ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ, ഈ നുണകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ദിവസവും നമ്മൾ പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ മീഡിയയിലൂടെ കാണുന്ന, പുസ്തകങ്ങളിലൂടെ പഠിക്കുന്ന, അല്ലെങ്കിൽ പോപ്പുലർ കൾച്ചറിലൂടെ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഈ മലയാള സിനിമയിൽ നമ്മളെപ്പോഴും പറയുന്ന ഈ ജയിലുകൾ കാണിക്കുമ്പം അവിടെ പോലീസുകാരെ കാണിക്കുന്നത്. അത് സിമ്പിളായ സംഗതിയാണ്. ജയിൽ സത്യം പറഞ്ഞാൽ പോലീസുകാരല്ല നിൽക്കുന്നത്, വാർഡന്മാരാണ് നിൽക്കുന്നത്. ജയിൽ വാർഡന്മാരാണ്. അത് പ്രത്യേക എക്സാം നടത്തി ജയിൽ വാർഡ് ഉദ്യോഗസ്ഥന്മാരുള്ളത്. പോലീസുമായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ല. കേരള എന്താ അവർ പിന്നെ പിന്നെ അവർ യൂണിഫോമിൽ തന്നെ പിന്നെ കേരള വാർഡൻ സർവീസോ കേരള ജയിൽ സർവീസ് KJS എന്ന അവരുടെ സർവീസിൻ്റെ പേര് തന്നെ. അപ്പോൾ അത് സിനിമയിൽ കാണിക്കുന്ന അവർ പോലീസുകാരായിട്ടാണ്. അപ്പോൾ അതേപോലെ അങ്ങനെ നമ്മുടെ പോപ്പുലർ കൾച്ചറിൽ സിനിമയിൽ ഇങ്ങനെ നുണകളിലെ വലിയൊരു വേലിയേറ്റമുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ നടന്ന മുഴുവൻ ബോംബ് സ്ഫോടനങ്ങളുണ്ട്. ആ മുഴുവൻ ബോംബ് സ്ഫോടനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് മക്ക മസ്ജിദ് UPA സർക്കാരിൻ്റെ കാലത്ത് 54ഓളം സ്ഫോടനങ്ങളുണ്ട്. മക്ക മസ്ജിദ്, മലേഗാവ് അടക്കമുള്ള സ്ഫോടനങ്ങൾ. അതിനകത്ത് മക്ക മസ്ജിദ്, അജ്മേർ സ്ഫോടനം, മലേഗാവ് സ്ഫോടനം, അങ്ങനെ ഒരു 3-4 സ്ഫോടനങ്ങളിലെ യഥാർത്ഥ പ്രതികൾ, അതിൻ്റെ സിമ്മ്, ഈ പിന്നെ മലേഗാവിൽ നടത്തിയ ബോംബ് സ്ഫോടനത്തിന് ഉപയോഗിച്ച സിമ്മ് നമ്മൾ പിന്നീട് MP ആയിട്ടുള്ള ഓരോ പേരെന്താണ്, അസിമാനന്ദയും പ്രജ്ഞാ സിംഗ് താക്കൂർ, അവരുടെ സിമ്മാണ് ഉള്ളത്. അവരുടെ പേരിലാണ് ബൈക്കുള്ളത്. അവരെ കൈയോടെ പിടിച്ചപ്പം അതിനകത്തുള്ള മൊത്തം മൊടിയുള്ള ആൾക്കാരെയും പിടിച്ചു. ആ ആൾക്കാരെയും പിടിക്കുകയും ഈ പിന്നെ ഈ നമ്മുടെ അസിമാനന്ദ ജയിലിൽ വെച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കലീം എന്ന യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹത്തിന് കലീം ഈ അസിമാനന്ദയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കലീമാണ്. കലീം ജയിലിൽ കിടക്കുന്നത് ഹൈദരാബാദ് സ്ഫോടനത്തിൽ പിന്നെ പ്രതിയായിട്ടാണ്. ആ ഹൈദരാബാദ് സ്ഫോടനത്തിൻ്റെ ആക്ച്വൽ കോൾപ്പറേറ്റായിട്ടാണ് അസിമാനന്ദയെ പിടിച്ചോണ്ട് വന്നത്. അപ്പോൾ ഈ കലീമിൻ്റെ ഒരു ശതമാനം പോലും വർഗീയതയില്ലാത്ത നിസ്സാർത്ഥമായിട്ടുള്ള സേവനം കണ്ടപ്പോൾ ഇയാളുടെ ഹൃദയം അലിഞ്ഞു പോയിട്ട് ഈ നമ്മുടെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പോയി ഇന്ത്യയിൽ നടന്ന 2004-ലും 2014-ലും ഇടയ്ക്ക് നടന്നിട്ടുള്ള ഏതാണ്ട് മുഴുവൻ സ്ഫോടനങ്ങൾ ഞങ്ങളാണ് നടത്തിയത്. അത് ഇന്ദ്രേഷ് കുമാറിൻ്റെ നേരിട്ടുള്ള ഓപ്പറേഷനിലാണ് നമ്മുടെ സർസംഘചാലകം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്, മോഹൻ ഭാഗവത്ജി നേരിട്ടാണ് നിർദ്ദേശം നൽകുന്നത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് ഇതിനെപ്പറ്റി പറഞ്ഞ് നമ്മുടെ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ക്യാമറ അന്ന് റെക്കോർഡ് ചെയ്തില്ല. പിന്നെ അത് വിഷയങ്ങളെല്ലാം തേച്ച് മാച്ച് കളഞ്ഞ് നമ്മൾ കണ്ടതാണ്. പക്ഷേ നമ്മൾ എത്ര കണ്ടിട്ട് മുഴുവൻ ഇറ്റ്സ് എ ഫാക്ട്. അത് നമ്മുടെ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന DGPമാരുടെ മീറ്റിങ്ങിൽ പറഞ്ഞു, ആരാണ് ബോംബ് പൊട്ടിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പ്രതികരിക്കാനല്ല, അവരെ നിങ്ങൾ ഒന്ന് കരുതിയിരിക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറി തന്നെ DGPമാരെ സംസ്ഥാന DGPമാരുടെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ നടക്കുന്ന കാവ്യ ഭീകരത എന്ന വാക്ക് എന്നത് ഉപയോഗിച്ചത് പ്രശ്നമാക്കി. ഇത് അങ്ങ് വിഷയം കത്തിക്കേറി മോഹൻ ഭഗവതിലേക്ക് ഇന്ദ്രേഷ് കുമാറിലേക്കിലൊക്കെ അറസ്റ്റ് എത്തുന്ന സമയമായപ്പോഴത്തേക്ക് മോഹൻ ഭഗവത് പറഞ്ഞു, കോൺഗ്രസിൻ്റെ കേന്ദ്ര മന്ത്രിസഭയിലുള്ള 2 പേരുടെ പേര് ഞങ്ങൾ വെളിപ്പെടുത്തും എന്നാണ്. പിന്നെ കോൺഗ്രസിന് മുണ്ടാട്ടമില്ലാതെ വിഷയം നിന്ന് പോയി. അതുപോലെ നമ്മൾ കാശ്മീരിൻ്റെ വിഷയത്തെപ്പറ്റി പല കഥകളും, നമുക്ക് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്ന കാര്യമാണ്. അഫ്സൽ ഗുരു പോലീസിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളായിരുന്നു. അപ്പം അങ്ങനെ പോലീസിന് വേണ്ടി പണിയെടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പട്ടാളത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുണ്ട്. അഫ്സൽ ഗുരുവിൻ്റെ കഥ നമുക്കറിയാം. അഫ്സൽ ഗുരുവിനെ അവിടുത്തെ ഒരു പോലീസുകാരൻ, പേര് പലർക്കും ഓർമ്മയുണ്ടായിരിക്കും, പെട്ടെന്ന് എനിക്ക് പേര് വരുന്നില്ല, ജയവേഷാണയോ അങ്ങനെ ഒരു പോലീസുകാരൻ, അദ്ദേഹം കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും 2 തീവ്രവാദിയെ കൊണ്ടുവരികയും ചെയ്ത് ആ സ്റ്റേജ് മാനേജറായിട്ടാണ് പാർലമെൻറ്റ് അറ്റാക്ക് നടത്തിയത്. അപ്പോൾ അതേപോലെയാണ് കാശ്മീരിൽ നടക്കുന്ന പല ഈ ഏജൻറ്റുമാരുണ്ട്. അവർ പോയിട്ട് തീവ്രവാദികളെ കൊണ്ടുവന്നിട്ട് അതിർത്തിയിലൂടെ
ഇങ്ങനെ നുഴഞ്ഞ് കയറി ഇങ്ങനെ വന്ന് അവരെ കറക്റ്റ് സമയത്ത് സ്പോട്ട് ചെയ്തിട്ട് പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലും. പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുമ്പം അവർക്ക് പ്രസിഡന്റിൻ്റെ സമ്മാനം, പ്രൊമോഷൻ, അങ്ങനെ അവർക്ക് വേണ്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല. കാശ്മീരിൻ്റെ 4 വർഷം 2012 സെപ്റ്റംബർ തൊട്ട് സെപ്റ്റംബർ 25 ഞാൻ ശ്രീനഗർ കാലുകുത്തുന്നത്. അവിടെ അന്ന് തൊട്ട് 2016 സെപ്റ്റംബർ 30 വരെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ കാശ്മീരിൻ്റെ ഓരോ സ്ഥലത്തും, ഓരോ ജില്ലയിലും, ഓരോ താലൂക്കിലും, ഓരോ ഇഞ്ചിലും ഞാൻ യാത്ര ചെയ്ത് അവിടുത്തെ ഒരു ടൂറിസ്റ്റായിട്ടല്ല ഞാൻ പോയത്. ഞാൻ സർവേയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി സംബന്ധമായിട്ട് ആൾക്കാരെ 12 ദിവസത്തോളം നമുക്ക് ഒരാൾക്കാരെ തുടർച്ചയായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അവരെ അനുഭവിക്കുകയും ചെയ്തത്, കാശ്മീരിലെ സമരത്തിൽ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് കാശ്മീർ ഇങ്ങനെ ആയത്, കാശ്മീരിൻ്റെ ഓരോ അറ്റാക്ക്. അത് നമ്മൾ കാണുന്ന പോലെ കാശ്മീരിലെ ഹിന്ദു നേതാക്കൾ പോലും സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിലുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഒരു ദിവസത്തിൽ ഈ പണ്ഡിറ്റ് കാശ്മീരി നേതാക്കളെ ആരൊക്കെയോ വെടിവെച്ച് കൊല്ലുകയാണ്. അതിപ്പോഴും അറിയത്തില്ല ആരാ വെടിവെച്ച് കൊല്ലുന്നത്. അതിനുശേഷം ഇതിനൊരു മുസ്ലിം മൂവ്മെൻ്റ് ആക്കി. അങ്ങനെ ഒരു മുസ്ലിം മൂവ്മെൻ്റ് അല്ല ഈ കാശ്മീർ സെപ്പറേറ്റ്. അവരുടെ സ്വയം വിധേയത്വം. ഈ ഇന്ത്യ പാക് വിഭജന സമയത്ത് ഞാൻ കാശ്മീരിൽ പോകുന്ന സമയത്ത് കാശ്മീർ ഇന്ത്യയുടെ കൂടെ നിൽക്കണമെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളാണ്. പക്ഷേ ആ സമയത്ത് ഇവരുടെ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യ കാശ്മീർ രാജാവിന് സ്വതന്ത്രമായിട്ട് നിൽക്കണമെന്നായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നുള്ള അറ്റാക്ക് ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ സഹായം എന്നാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് പോലെ ഈ കാശ്മീരി അവർക്ക് സ്വന്തമായിട്ടുള്ള ഭാഷയുണ്ട്, സ്വന്തമായ കൾച്ചറുണ്ട്, സ്വന്തമായ സംസ്കാരമുണ്ട്. അപ്പോൾ അവർ ആ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ കാശ്മീരി പണ്ഡിറ്റുകളടക്കം ഈ കാശ്മീരി സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. പെട്ടെന്നൊരു സമയത്ത് ഈ കാശ്മീരി സെപ്പറേറ്റിസ്റ്റുകളെ അജ്ഞാതരായിട്ടുള്ള ആൾക്കാർ വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം ഒരു റിലീജിയൻസ് ഇൻടോളറൻസ് ഉണ്ടാക്കുന്നു. എല്ലായിടത്തെയും പള്ളികളിലെ ബാക്കി എല്ലായിടത്തെയും കറണ്ട് കണക്ഷൻ ഓഫാവുന്നു. പള്ളികളിലേക്ക് മാത്രം കറണ്ട് വരുന്നു. അവിടുന്ന് ബാങ്ക് വിളികൾ കേൾക്കുന്നു. പെട്ടെന്ന് ആൾക്കാർ ഒരു ദിവസം കൊണ്ട് ഒഴിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വാഹനങ്ങളെത്തുന്നു. മൊത്തം ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നു. കാശ്മീരിലെ മൈഗ്രേറ്റ് ചെയ്യുന്നു. അതൊരു വലിയൊരു കൂട്ടക്കൊലയ്ക്കുള്ളൊരു അരങ്ങൊരുക്കലാണ് അവിടെ നടന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഇന്ത്യയിലെ വിവേകമുള്ള ഭരണാധികാരികൾ ആ സമയത്ത് ഓർക്കണം, സദ്ദാം ഹുസൈൻ്റെ ഒക്കെ സമയത്ത് സുന്നി മുസ്ലിം രാജ്യമായ പാകിസ്ഥാനെതിരെ സൈന്യത്തെ അയച്ച് ഇന്ത്യക്ക് ഹെൽപ്പിന് വേണ്ടി സൈന്യത്തെ അയച്ചു തരാൻ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന സുന്നി ഭരണാധികാരി തയ്യാറായിരുന്നു. ആ രീതിയിലാണ് ഇന്ത്യയുടെ ക്രെഡൻഷ്യൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ക്രെഡൻഷ്യൽ നിലനിർത്തണം എന്നുള്ള, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൂട്ടൊരു ഫെയിൽഡ് സ്റ്റേറ്റ് ആവാൻ ഇന്ത്യ ആഗ്രഹിക്കാത്ത അന്നത്തെ ഭരണാധികാരികളുടെ ഇടപെടൽ കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ അറിയാത്ത കാശ്മീരിൻ്റെ ഒത്തിരി കഥകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, RS പുര എന്ന് പറയും, രൺബീർ സിംഗ് പുര എന്ന് പറയും. അവിടെ ഇന്ത്യയിലെ പാകിസ്ഥാനിടയ്ക്ക് ഇൻ്റർനാഷണൽ ബോർഡറുണ്ട്. പക്ഷേ അവർ ഒരു ദിവസം ഇങ്ങനെ നാഷണൽ ഹൈവേ പോലെ സഞ്ചരിച്ച റോഡാണ്. അപ്പോൾ ആ റോഡിന് നടുക്കൂടെ പെട്ടെന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തതാണ്. പക്ഷേ അവരിപ്പോഴും തമ്മിൽ രഹസ്യ ഇടപാടുകളുണ്ട്. ഒരു വീടിൻ്റെ അടിയിൽ കൂടെ കിടങ്ങുകൾ കുഴിച്ച് അപ്പുറത്തെ വീട്ടിൽ പോയി അവിടെ RS പുരയിൽ നല്ല സുഗന്ധമുള്ള നല്ല മണമുള്ള ഈ എന്തോ പറയുന്നത് ബസുമതി അരി ഉണ്ട്. ആ ബസുമതി അരി ഇപ്പോഴും പാകിസ്ഥാനികൾക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ കിടങ്ങുകളിലൂടെയാണ് പോകുന്നത്. അങ്ങനെ കിടങ്ങുകളിൽ ഒരു 10,000 വട്ടം സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു വട്ടം തീവ്രവാദികളും അതുവഴി വരും. അങ്ങനെ നുഴഞ്ഞുകയറ്റത്തിൻ്റെയൊക്കെ ഒരു രീതിശാസ്ത്രം അങ്ങനെയാണ്. ഇപ്പം നുഴഞ്ഞുകയറ്റം സ്പോൺസേഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഫിദായിൻ അറ്റാക്കുകളുണ്ട്. ഈ കാശ്മീരിൻ്റെ ഒരു സമയത്ത് ഈ അഫ്ഗാൻ ഈ സൈന്യം ഈ താലിബാൻ്റെ ഒക്കെ മൂവ്മെൻ്റ് സമയത്ത് ഈ തീവ്രവാദികൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഈ ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാനിലൊക്കെ അവിടെ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ട് കാശ്മീരിൽ പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർ വരും. അവർ വന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല, ഇവിടെ പള്ളിയുണ്ട്, അവർക്ക് അത്യാവശ്യം സാധനങ്ങളുണ്ട്, കുഴപ്പമില്ല, റഷ്യയേക്കാൾ എത്രയോ നല്ല നാടാണെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയി. ഒരു 2ാം ഘട്ടം 3ാം ഘട്ടത്തിലൊക്കെ ആൾക്കാർ വന്നിട്ടാണ് ഈ മാവോയിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒക്കെ ഒരു സ്വഭാവം കാണിച്ചിട്ട് ഇവർ വീടുകളിൽ പോയി ഭക്ഷണം തേടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ പെണ്ണുങ്ങൾ സിനിമയിലൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വെറും കള്ളമാണ്. കാരണം മുജാഹിദ് എന്നുള്ള ഇതിൽ എന്താ പറയണ്ടേ, ഈ രക്തസാക്ഷിയാവാൻ വേണ്ടി, അതായത് ദൈവത്തിൻ്റെ മാർഗത്തിൽ മരിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ ഒരു പെണ്ണിനെ ഉപദ്രവിച്ചിട്ട് നരകത്തിൽ പോകാൻ ഒരിക്കലും അങ്ങനെയുള്ള പണി ഒരിക്കലും ചെയ്യത്തില്ല അവർ. പിന്നെ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളാണ് ഈ ഭീകരവാദ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം മുസ്ലിങ്ങളാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്ത സമയത്ത്, പൂഞ്ച് ടൗണിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ ഒരാൾ പറഞ്ഞതാണ്, ഒരു ബ്രാഹ്മണനാണ്, പുള്ളി പറഞ്ഞതാണ്, ഈ മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും, പോയി പട്ടാളക്കാരെ തൊട്ടി കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഹിന്ദുക്കൾ
ഒറ്റി കൊടുക്കത്തില്ല, ഭക്ഷണം കൊടുക്കും, അവർ ആരത്തൊന്നും മിണ്ടത്തില്ല. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒറ്റി കൊടുക്കുന്നവർക്ക് ഇവർ വെച്ച് ഉറപ്പിക്കില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലത്ത് ആ ലൊക്കാലിറ്റിയിൽ കൊല്ലപ്പെട്ട 72 ഇൻസിഡൻറ്റിൽ 71 പേരും മുസ്ലിങ്ങളും, ഒരു വട്ടം മാത്രമേ ഹിന്ദു കൊല്ലപ്പെട്ടുള്ളൂ. അതൊരു തെറ്റിദ്ധാരണ പുറത്താണ് ആ പുള്ളി തന്നെ പറയുന്നത്. അങ്ങനെ ഒത്തിരി കഥകൾ കാശ്മീരിനെ പറ്റി പറയാനുണ്ട്. ഓരോ ദിവസത്തെ 4 വർഷത്തെ ഡയറിയാണ്. ഓരോ യാത്രയും ഓരോ അനുഭവമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിയിട്ട് അത് ഭയങ്കര വികാര വിക്ഷോഭം ഉണ്ടാവും. ഓരോ കഥകളും ഓരോ സാധനങ്ങളും എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് കണ്ണീരാണ്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവന് പിന്നെ ജിംനേഷ്യത്തിൽ പോകുമ്പോൾ അവൻ ജിംനേഷ്യത്തിൽ ഇൻസ്ട്രക്ടറായിരുന്നു. ആ ജിംനേഷ്യത്തിൽ ഇൻസ്ട്രക്ടർ അവനാണെങ്കിൽ 1947 ഇന്ത്യ സ്വതന്ത്രമായ ശേഷം 48-ലും ജമ്മു കാശ്മീർ സ്വതന്ത്രമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ജമ്മു കാശ്മീരിലെ രാജാവ് ഹരിസിംഗ് മുസ്ലിം സൈനികരുടെ അടുത്ത് ആയുധം താഴെ വെക്കാൻ പറഞ്ഞു. ആയുധം താഴെ നമ്മൾക്ക് ഇപ്പോൾ പോയാലും അറിയാം. ഈ ഹരിസിംഗ് അവിടെ നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ ഈ പിന്നെ എയർപോർട്ടിലെ ജമ്മു എയർപോർട്ടിൻ്റെ ഒത്ത് നടക്കൊരു മുസ്ലിം പള്ളിയാണ്. അതിൻ്റെ അപ്പുറത്തുള്ള സൈനിക ക്യാമ്പും എല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന വലിയ ഡിഗാന ക്യാമ്പൊക്കെ വലിയ സ്ഥലങ്ങളുണ്ട്. ഒരു കാലത്ത് അവിടെ മൊത്തം മുസ്ലിങ്ങളായിരുന്നു. പക്ഷേ ഈ ഹരിസിംഗ് മൊത്തം ആയുധങ്ങൾ മുസ്ലിം സൈനികരെടുത്ത് കീഴടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ, ഏതാണ്ട് അന്ന് മാത്രം സൈനികരെ മാത്രം 12,000-ഓളം മുസ്ലിം സൈനികരെ മാത്രം കൊന്നു തള്ളി. മൊത്തം 2-3 ലക്ഷത്തോളം ആൾക്കാർ. അതിൻ്റെ കൃത്യമായ കണക്കുകൾ അവൈലബിൾ അല്ല. കാരണം ഹരിസിംഗ് രാജാവ് ഭരിച്ചിരുന്ന സ്ഥലത്തായതുകൊണ്ട് കണക്കെടുക്കേണ്ടത് അവർ തന്നെയാണ്. ഈ സിഖുകാരും ഹിന്ദുക്കളും RSSകാരായ ഹിന്ദുക്കളൊക്കെയാണ് കൊലപ്പെടുത്തിയെന്നുള്ളതിന് ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇവൻ്റെ അച്ഛൻ അതിനകത്ത് അപ്പൂപ്പൻ നേരിട്ട് അനുഭവമുള്ളതാണ്. പുള്ളി ഈ ഗുജ്ജർ വംശനായ ആദിവാസി മുസ്ലിമാണ്. പുള്ളിയുടെ ഈ ആൾക്കാരുടെ ഇടയിൽ പോയി രക്തത്തിൽ ഇവൻ്റെ അപ്പൂപ്പൻ കിടന്നിട്ട് ഈ ചത്ത ഒരു സിഖുകാർ വന്നിട്ട് RSSകാരും സിഖുകാരും വന്നിട്ട് കൊന്നവരെ കുത്തി ഇങ്ങനെ നോക്കുക. ഇവൻ്റെ അടുത്ത് വരെ വന്നിട്ട് കുത്തി നോക്കിയിട്ട് ജസ്റ്റ് രക്ഷപ്പെട്ട് അങ്ങനെ പോയാണ്. അപ്പോൾ അയാൾ രക്തത്തിൽ പിന്നെ 2-3 മാസത്തോളം അദ്ദേഹം സുഹൃത്തായ ഒരു പട്ടികജാതിക്കാരൻ്റെ വീട്ടിൽ ഒളിച്ച് താമസിച്ചാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ഓരോരോ അനുഭവമുണ്ട്. അങ്ങനെ ഇതൊക്കെ ലൈവായിട്ട് അവരുടെ അനുഭവങ്ങളാണ്. നമ്മൾ കാശ്മീരിൽ ടൂറിസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ അനുഭവങ്ങൾ കിട്ടത്തില്ല. പൂഞ്ചിൻ്റെ കഥ, രജൗരിയുടെ കഥ, സാജിൻ്റെ കഥ, കത്തുവയുടെ കഥ, ജമ്മു കാശ്മീരിലെ ഡെമോഗ്രഫി അത് മാറിയ കഥ, അത് പഞ്ചാബിനും ഇന്ത്യ ആ വിഭജനം അനുഭവിച്ച എല്ലായിടത്തും ഉണ്ട്. പഞ്ചാബിനും ജമ്മു കാശ്മീരിനുമാണ് ഏറ്റവും കൂടുതലുള്ളത്, പശ്ചിമ ബംഗാളിനും. പക്ഷേ ജമ്മു കാശ്മീരിൻ്റെ കഥ ഒരു വേറെ തന്നെയാണ്. അതിനകത്ത് ചതിയുടെ കഥയുണ്ട്, വഞ്ചനയുടെ കഥയുണ്ട്, രക്തത്തിൻ്റെ കഥയുണ്ട്. ആ പുസ്തകത്തിന് തന്നെ ഞാൻ എഴുതിയപ്പോൾ തന്നെ ആദ്യം തലക്കെട്ടാണ് എഴുതിയത്, സ്വർഗം എന്ന നരകം. ആ സ്വർഗം എന്ന നരകം ആ പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിച്ചാൽ ഈ 2026 ആഗസ്റ്റ് 15-ന് അത് പുറത്തിറക്കണമാണ്. അത് നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല സത്യങ്ങളും കള്ളമാണെന്ന് ആൾക്കാരെ അറിയിക്കാൻ 2026 ആഗസ്റ്റ് 15-ന് ആ പുസ്തകം ഇറക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.